Good morning, dears. This is Dison Hybrid Campus standing at English faculty Akshaya Ajesh. So, welcome ഇംഗ്ലീഷിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് NAS +2 വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ പാഠം 28 നമ്മൾ പഠിക്കാൻ പോകുന്നത്. ചാപ്റ്റർ 28 ഇത് നമ്മുടെ ഓപ്ഷണൽ മൊഡ്യൂളിൽ വരുന്നൊരു ചാപ്റ്ററാണ്. ഓപ്ഷണൽ മൊഡ്യൂൾ ഫസ്റ്റിൽ എയിൽ വരുന്ന ഓപ്ഷണൽ മൊഡ്യൂൾ എയും ബിയും ഉണ്ടെന്നല്ലേ, അത് നമുക്കറിയുന്നതാണ്. ഓപ്ഷണൽ മൊഡ്യൂളിൽ എയിൽ വരുന്നൊരു ചാപ്റ്ററാണ്. ചാപ്റ്റർ 28A ആണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് അനലൈസിങ് ടേൺസ് ഇൻ ടെലിഫോണിങ്. എന്താണ് നമ്മൾ ഫോൺ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് ഈ ഓപ്ഷണൽ മൊഡ്യൂൾസിൽ പഠിക്കാനുള്ളത് അത്തരത്തിലുള്ള കാര്യങ്ങളാണ്. റിസപ്ഷനിസ്റ്റ് അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസിലുള്ള ആളുകളൊക്കെ എങ്ങനെയാണ് പെരുമാറേണ്ടത്, എങ്ങനെയൊക്കെയാണ് അവരുടെ ടോണുകൾ, അവരുടെ സംസാര ശൈലികൾ എങ്ങനെയൊക്കെ ആവണം, അവരുടെ ബോഡി ലാംഗ്വേജസ് എങ്ങനെയൊക്കെ ആവണം എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു ഓപ്ഷണൽ മൊഡ്യൂളിൽ നമ്മൾ കാര്യമായിട്ട് പഠിക്കുന്നത് അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ 28ാമത്തെ ചാപ്റ്ററിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അനലൈസിങ് ടേൺസ് ഇൻ ടെലിഫോണിങ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറയേണ്ടത്, എന്തൊക്കെയാണ് അതിൻ്റെ ഒരു സ്റ്റെപ്പുകൾ, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറയേണ്ടത്, ആദ്യം എന്താ പറയേണ്ടത്, പിന്നെ എന്താ പറയേണ്ടത് എന്നൊക്കെയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ചെറിയ ചാപ്റ്ററാണ്, വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ സമ്മറി എന്താണ് ആ ചാപ്റ്ററിൽ പറയുന്നത് നോക്കാം. ദിസ് ലെസൺ വിൽ ടീച്ച് യു ഹൗ ടു കണ്ടക്ട് എ ടെലിഫോൺ കോൾ എഫിഷ്യൻ്റ്ലി ആൻഡ് കോർട്ടിയസ്ലി. എന്താ പറയുന്നത്, ഈ ഒരു ചാപ്റ്റർ നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ടെലിഫോൺ കോള് വളരെ എഫിഷ്യൻ്റായിട്ട്, വളരെ ഇഫക്റ്റീവായിട്ട് നമുക്ക് എങ്ങനെ വളരെ മര്യാദയോടുകൂടി പൊളൈറ്റായിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ എങ്ങനെ നമുക്കത് കണ്ടക്ട് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിപ്പിച്ചു തരുന്നത്. ഒരു ടെലികോളർ ആവട്ടെ, അല്ലെങ്കിൽ ഒരു റിസപ്ഷനിസ്റ്റ് ആവട്ടെ, എന്തോ ആവട്ടെ, നമുക്ക് ഒരു ടെലിഫോൺ അല്ലെങ്കിൽ കോൾ ചെയ്യുന്ന സമയത്ത് എങ്ങനെ ആ ഒരു കോള് നമുക്ക് വളരെ എഫിഷ്യൻ്റായിട്ട് എഫക്റ്റീവായിട്ട് നമുക്ക് യൂസ്ഫുൾ ആക്കാം എന്നാണ് നമുക്ക് ആര് പറഞ്ഞു തരുന്നത്, ഈ ഒരു ചാപ്റ്ററിലൂടെ പറഞ്ഞു തരുന്നത് കേട്ടോ. എ റിസപ്ഷനിസ്റ്റ് വെൽക്കംസ് ആൻഡ് ഐഡൻറ്റിഫൈസ് ദ കോളർ, offer assistance, collect the caller's name and acknowledges the callers when it is received. എന്താ പറയുന്നത്, ഒരു റിസപ്ഷനിസ്റ്റ് ഫസ്റ്റ് എന്ത് ചെയ്യണം, വെൽക്കം ചെയ്യണം. ഓക്കെ, വെൽക്കം ചെയ്തിട്ട് നമ്മൾ ആരാണ് എന്നുള്ളത് ആ കോളർക്ക് മനസ്സിലാക്കി കൊടുക്കണം. ഓക്കെ, നമ്മൾ ആരാണ് സംസാരിക്കുന്നത്, ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണെന്ന് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഏതൊരു എന്താ പറയുക ജ്വല്ലറി ആവട്ടെ, ടെക്സ്റ്റൈൽസ് ആവട്ടെ, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ ആവട്ടെ, എന്തും ഒരു ഹോട്ടൽ ആവട്ടെ, എവിടെ നിന്നാണോ നമ്മൾ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ആരാണോ ഞാൻ എന്നുള്ളത് നമ്മൾ വിളിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കണം എന്നാണ് പറയുന്നത്. ദെൻ ഓഫേഴ്സ് അസിസ്റ്റൻസ്. എന്താണോ നമ്മൾ ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് നിങ്ങളുടെ ആവശ്യം എന്ന് നമ്മൾ അതാണ് പറയേണ്ടത്. ദെൻ കളക്ട്സ് ദ കോളേഴ്സ് നെയിം. ആരാണോ വിളിക്കുന്നത് അവരുടെ പേര് ചോദിക്കാം. ദെൻ അക്നോളജ് ദ കോൾ വെൻ ഇറ്റ് ഈസ് റിസീവ്ഡ്. എന്താ പറയുന്നത്, എന്താണ് അവരുടെ വിഷയം എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. Then he or she also relays the messages to the relevant person, connect to the parties, apologize to the caller, records the conversation. എന്താ പറയുന്നത്, ഇപ്പോൾ നമുക്ക് ഒരാളെ വിളിച്ചിട്ട് വേറെ ഒരാൾക്ക് ഫോൺ കൊടുക്കാനാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ അവരെ എത്രയും പെട്ടെന്ന് നമ്മൾ അവരെ കണക്ട് ചെയ്ത് കൊടുക്കുക. അതെല്ലാം നമുക്ക് കഴിയാത്തൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് എന്തെങ്കിലും തെറ്റ് പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അവരോട് അപ്പോളജൈസ് ചെയ്യണം, നമ്മൾ ക്ഷമ ചോദിക്കണം. ദെൻ റെക്കോർഡ്സ് ദ കോൺവെർസേഷൻ. അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്യണം. മീൻസ് ഇപ്പോൾ അവരെന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന ആൾക്ക് ഒരു മെസ്സേജ് പാസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് നമ്മളത് എഴുതി വെക്കണം, കറക്റ്റായിട്ട് രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, എഴുതി വെക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു രേഖ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അവർ പറയുന്ന കാര്യങ്ങൾ എന്താണെന്നുണ്ടെങ്കിലും അത് ഒരാൾക്കോട് ഒരു മെസ്സേജ് കൊടുക്കാനാവട്ടെ, അല്ലെങ്കിൽ എന്ത് കാര്യമാവട്ടെ, അത് നമ്മുടെ കയ്യിൽ വ്യക്തമായിട്ടുണ്ടാവണം എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ചാപ്റ്ററുകൾ കേൾക്കുമ്പോൾ തോന്നുന്നുണ്ടാവും ഒരു ചാപ്റ്റർ ഒന്നിനോട് ഇങ്ങനെ കണക്റ്റഡ് ആണ്. ഈ ഓപ്ഷണൽ മൊഡ്യൂൾസിലെ എല്ലാ ചാപ്റ്ററുകളും ഒന്നിങ്ങനെ കണക്റ്റഡ് ആണ് അല്ലേ. അപ്പോൾ ഇപ്പോൾ നമ്മൾ റിസപ്ഷനിസ്റ്റിൻ്റെ പറഞ്ഞത് തന്നെയാണ് നേരത്തെ സ്ട്രാറ്റജീസിൽ പറഞ്ഞത്. ദെൻ അത് തന്നെയാണ് അനലൈസിങ് ടേൺ ഇൻ ടെലിഫോണിങ്ങിൽ പറയുന്നത്. അപ്പോൾ അതൊക്കെ ഫുൾ ഇങ്ങനെ കണക്റ്റഡ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഫ്രം ദിസ് ടെക്സ്റ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം.
ഓക്കെ. അപ്പോൾ ഗ്രീറ്റിംഗ്സ് ആൻഡ് ഗിവിങ് ഐഡൻറ്റിറ്റി എന്താണ്? ഫസ്റ്റ് നമ്മൾ വിളിക്കുമ്പോൾ എന്താ പറയുക? ഫസ്റ്റ് നമ്മൾ വിളിക്കുന്ന സമയത്ത് നമ്മൾ ഗ്രീറ്റിംഗ്സും ഗിവിങ് ഐഡൻറ്റിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് എന്ത് പറയണം? ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ അല്ലെങ്കിൽ ഗുഡ് ഈവനിങ് ഒക്കെ നമ്മൾ പറയണം. ഫസ്റ്റ് നമ്മൾ ഗ്രീറ്റ് ചെയ്യണം അല്ലേ? ഫസ്റ്റ് നമ്മൾ ഗ്രീറ്റിംഗ്സ് കൊടുത്തിട്ട് നമ്മൾ ആരാണ്, എവിടെ നിന്നാണ് ഞാൻ വിളിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ആരാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. അതിനൊരു എക്സാമ്പിൾ ഇവിടെ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് NIOS എന്താണ്? NIOS എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഗുഡ് മോർണിംഗ് NIOS. ഓക്കെ. ദെൻ സിൻഡിക്കേറ്റ് ബാങ്ക് ഗുഡ് മോർണിംഗ് എന്താ പറയുന്നത്? ദിസ് ഈസ് സിൻഡിക്കേറ്റ് ബാങ്ക് ഗുഡ് മോർണിംഗ് എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ? ഓക്കെ. അതേപോലെ തന്നെ ആരാണ് സംസാരിക്കുന്നത്? ആൻഡ് ദിസ് ഈസ് ഇംഗ്ലീഷ് ഫാക്കൽറ്റി സ്പീക്കിംഗ്. ദിസ് ഈസ് യുവർ ഇംഗ്ലീഷ് ഫാക്കൽറ്റി സ്പീക്കിംഗ് എങ്ങനെ പറയാറുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ എന്താണ് ഫസ്റ്റ് നമുക്കൊരു കോള് ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് വരുന്നത് എന്താണ്? ഗ്രീറ്റിംഗ്സ് ആൻഡ് ഗിവിങ് ഐഡൻറ്റിറ്റി. എന്താണ്? ഗ്രീറ്റിംഗ്സ് ആൻഡ് ഗിവിങ് ഐഡൻറ്റിറ്റി. ഫസ്റ്റ് നമ്മൾ ഗ്രീറ്റിംഗ്സ് കൊടുക്കണം, പിന്നെ നമ്മുടെ ഐഡൻറ്റിറ്റി എന്താണ് എന്നുള്ളത് അവർക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഗ്രീറ്റിംഗ്സ് കൊടുക്കുമ്പോൾ ഗുഡ് മോർണിംഗ് ഓർ ഗുഡ് ആഫ്റ്റർനൂൺ അല്ലെങ്കിൽ ഗുഡ് ഈവനിങ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങേണ്ടത്. ദെൻ എവിടെ നിന്നാണോ നമ്മൾ വിളിക്കുന്നത്, ഇപ്പോൾ NIOS ഗുഡ് മോർണിംഗ് NIOS, ദെൻ സിൻഡിക്കേറ്റ് ബാങ്ക് ഗുഡ് മോർണിംഗ് ആൻഡ് ദിസ് ഈസ് ഇംഗ്ലീഷ് ഫാക്കൽറ്റി സ്പീക്കിംഗ്. എന്താണ് അങ്ങനെ നമ്മൾ എന്താണ് നമ്മളിങ്ങനെ ആദ്യം ഗ്രീറ്റിംഗ്സ് കൊടുത്ത് നമ്മൾ ആരാണ് അല്ലെങ്കിൽ നമ്മൾ എവിടെ നിന്നാണ് വിളിക്കുന്നത്, നമ്മൾ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. ദെൻ അടുത്ത സ്റ്റെപ്പായിട്ട് പറയുന്നതാണ് ഓഫറിങ് ഹെൽപ്പ്. എന്താണ്? ഓഫറിങ് ഹെൽപ്പ്. നമ്മൾ ആദ്യം ഗ്രീറ്റിംഗ്സ് പറഞ്ഞു, പിന്നെ നമ്മൾ ആരാണ് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു അല്ലേ? ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഓഫറിങ് ഹെൽപ്പാണ്. എന്താണ്? നമ്മളൊരു ഹെൽപ്പ് ചോദിക്കണം അവരോട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഹെൽപ്പ് വേണോ, ഞാൻ എങ്ങനെയാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യേണ്ടത്, അങ്ങനെ തന്നെയല്ല നമ്മളോട് ചോദിക്കാറുള്ളത്. നമ്മളിപ്പോൾ ഒരു എന്താ പറയുക എയർടെല്ലിലേക്കോ അല്ലെങ്കിൽ ഒരു വോഡാഫോണിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ മൈജിയിലേക്കോ ഒക്കെ വിളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്, ഇപ്പോൾ മൈജീൻ്റെ ഷോറൂമിലേക്കൊക്കെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് നമ്മളെ കോള് എടുത്തു കഴിഞ്ഞാൽ അവർ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയും അല്ലേ? ഗുഡ് മോർണിംഗ്, ഇങ്ങനെയാണ് മൈജീൻ്റെ ഷോറൂമിലെ ഈ മാനേജറാണ്, ഞാൻ നിങ്ങളെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യേണ്ടത്, അങ്ങനെ ചോദിക്കും അല്ലേ? അപ്പോൾ ഫസ്റ്റ് അവരെന്ത് ചെയ്യാം, എന്താണെന്നുള്ളത് പറയും, എവിടെന്നാണ് വിളിക്കുന്നത്, ആരാണ് വിളിക്കുന്നത്, ഇപ്പോൾ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് അല്ലെങ്കിൽ ആരാണ് എന്നുള്ളത് പറയും. അതിനുശേഷം അവരെന്താ പറയുന്നത്, എങ്ങനെയാണ് ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യേണ്ടത്, എന്താണ് നിങ്ങളുടെ ആവശ്യം എന്നാണ് ചോദിക്കുന്നത് അല്ലേ? അപ്പോൾ അതിൽ ഓഫറിങ് ഹെൽപ്പാണ് രണ്ടാമതായിട്ട് പറയുന്നത്. അതിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ എങ്ങനെയായിരിക്കും? ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു, എങ്ങനെയാണ് ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യേണ്ടത്. ദെൻ മേ ഐ ഹെൽപ്പ് യു, ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യേണ്ടതുണ്ടോ, എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കണം. Then is there any particular person you want to connect with? എന്താ പറയുന്നത്, ആരെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പേഴ്സണെ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് തരേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കേണ്ടതുണ്ടോ എന്ന് നമ്മളോട് ചോദിക്കാറുണ്ട് അല്ലേ? അപ്പോൾ ഫസ്റ്റ് പറയുന്നത് എന്താണ്? ഗ്രീറ്റിംഗ്സും ദെൻ ഗിവിങ് ഐഡൻറ്റിറ്റി. ഫസ്റ്റ് നമ്മൾ ഗ്രീറ്റിംഗ്സ് ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ പറഞ്ഞു, എന്നിട്ട് നമ്മൾ എവിടെ നിന്നാണ് അല്ലെങ്കിൽ ആരാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അടുത്തത് നമ്മൾ പറയുന്നത് ഓഫറിങ് ഹെൽപ്പാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹെൽപ്പ് ചോദിക്കുകയാണ്, നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണോ അവരോട് ചോദിക്കുകയാണ്, നമ്മൾ എന്തെങ്കിലും ഹെൽപ്പ് നമ്മൾക്ക് അവരോട് വേണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചോദിക്കുക? ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു അല്ലെങ്കിൽ മേ ഐ ഹെൽപ്പ് യു. ദെൻ ഈസ് ദർ എനി പെർട്ടിക്കുലർ പേഴ്സൺ യു വാണ്ട് ടു കണക്ട്. എന്താണ്, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അല്ലേ? ദെൻ അടുത്തത് ഒബ്റ്റെയിനിങ് കോളേഴ്സ് നെയിം. എന്താണ്, ആരാണോ വിളിക്കുന്നത് അവരുടെ പേര് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ അവരോട് എങ്ങനെയാണ് നമ്മൾ ചോദിക്കുക? മേ ഐ ആസ്ക് ഹു ഈസ് കോളിംഗ്. ഞാൻ ആരാണെന്ന് ചോദിക്കുന്നതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലല്ലോ. എന്താണ് ചോദിക്കുന്നത്? നിങ്ങളെ പേരെന്താണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ വളരെ മാന്യമായ രീതിയിൽ വളരെ പൊളൈറ്റായിട്ട് നമ്മൾ എങ്ങനെ ചോദിക്കാം? മേ ആസ്ക് ഹു ഈസ് കോളിംഗ്. എന്താണ്, ആരാണ് സംസാരിക്കുന്നത് എന്ന് നമ്മൾ ചോദിക്കുകയാണ്. ഫ്രം വേർ ആർ യു സ്പീക്കിംഗ്. എവിടെ നിന്നാണ് നിങ്ങൾ സംസാരിക്കുന്നത്? ഫ്രം വേർ ആർ യു സ്പീക്കിംഗ്. എവിടെ നിന്നാണ് നിങ്ങൾ സംസാരിക്കുന്നത്? മേ ഐ ഹാവ് യുവർ നെയിം. എന്താ പറയുന്നത്, എനിക്ക് നിങ്ങളുടെ പേര് മനസ്സിലാക്കാൻ പറ്റുമോ, പേര് കിട്ടുമോ എന്ന് ചോദിക്കുകയാണ്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് എന്താ പറഞ്ഞത്, നമ്മൾ ഗ്രീറ്റിംഗ്സ് കൊടുത്തു, ഐഡൻറ്റിറ്റി പറഞ്ഞു, ദെൻ ഓഫർ പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്ന് ചോദിച്ചു. ദെൻ മൂന്നാമത്തെ കാര്യം എന്താ പറയുന്നത്, ഒബ്റ്റെയിനിങ് കോളേഴ്സ് നെയിം. എന്താണ്, അവരുടെ പേര് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. എന്താണ് നിങ്ങളുടെ പേര് എന്നാണ് നമ്മൾ ചോദിക്കേണ്ടത്. പക്ഷെ അത് വളരെ മര്യാദയോട് കൂടിയിട്ടാണ് ചോദിക്കുന്നത്. മേ ഐ ആസ്ക് ഹു ഈസ് കോളിംഗ്. ഫ്രം വേർ ആർ യു സ്പീക്കിംഗ്. എവിടെ നിന്നാണ് നിങ്ങൾ സംസാരിക്കുന്നത്, ആരാണ് സംസാരിക്കുന്നത്. മേ ഐ ഹാവ് യുവർ നെയിം പ്ലീസ്. എന്താ പറയുന്നത്, നിങ്ങളുടെ പേരൊന്ന് പറയാമോ, ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. ദെൻ അക്നോളജിങ് ദ കോളർ. എന്താ പറയുന്നത്, ദെൻ അവരോട് പറയാണ്, നിങ്ങൾ വിളിച്ചതിൽ നന്ദി, ഞാൻ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കാര്യങ്ങൾ
ശരിയാക്കി തരാം. നിങ്ങൾ വിളിച്ച താങ്ക് യു മിസ്റ്റർ ഓർ മിസ്സസ് വിൽ കണക്ട് വിത്ത് യു. എന്താ പറയുന്നത്, ഞങ്ങൾ അവരായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് തരാം. നിങ്ങൾക്ക് ആരെങ്കിലും കണക്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അവരെ കണക്ട് ചെയ്ത് തരാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ഞങ്ങൾ പറഞ്ഞു തരാം. അങ്ങനെ പറയാറുണ്ട് അല്ലേ. then I will put you through in a minute. എന്താ പറയുന്നത്, ഒരു മിനിറ്റിനുള്ളിൽ ഞാൻ നിങ്ങൾക്ക് തിരിച്ചു വിളിക്കാം. അങ്ങനെ നമ്മൾ പറയാറുണ്ട് അല്ലേ, ഒരു മിനിറ്റിനുള്ളിൽ ഞാൻ തിരിച്ചു വിളിക്കാം, അല്ലെങ്കിൽ ഒരു മിനിറ്റിനുള്ളിൽ ഈ ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്ന് പറയാറുണ്ട് അല്ലേ. then taking down the messages എന്താണ് ലാസ്റ്റ് പറയുന്നത്, എന്താണ് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ എഴുതി വെക്കുക. അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ അവരുടെ മെസ്സേജുകൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എഴുതി വെക്കണം. നമ്മൾ ടേക്കിംഗ് ഡൗൺ ദ മെസ്സേജ് എന്താണ് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ എഴുതി വെക്കണം എന്നാണ് പറയുന്നത്. മേ ഐ ടേക്ക് ഡൗൺ ദ മെസ്സേജ് പ്ലീസ്. എന്താ പറയുന്നത്, ഞാൻ നിങ്ങൾ പറയുന്നത് ഒന്ന് എഴുതി വെച്ചോട്ടെ എന്ന് ചോദിക്കുകയാണ്. വുഡ് യു ലൈക്ക് ടു ലീവ് എ മെസ്സേജ് ബിഹൈൻഡ്. എന്താണ് എന്തെങ്കിലും മെസ്സേജ് നിങ്ങൾക്ക് പറയാനുണ്ടോ, എന്തെങ്കിലും മെസ്സേജ് പറയാനുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. മേ ഐ ടേക്ക് ഡൗൺ ദ മെസ്സേജ് പ്ലീസ്. എന്താണ് ഞാൻ നിങ്ങൾ പറയുന്ന മെസ്സേജ് ഒന്ന് എഴുതി വെച്ചോട്ടെ എന്ന് ചോദിക്കുകയാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ, എന്തെങ്കിലും മെസ്സേജ് നിങ്ങൾക്ക് പറയാനുണ്ടോ എന്ന് ചോദിച്ചിട്ട് അവർ പറയുന്ന മെസ്സേജുകൾ നമ്മൾ എന്ത് ചെയ്യണം, എഴുതി വെക്കണം. അതിനുശേഷം അവരോട് എന്ത് പറയണം, താങ്ക് യു പറയണം. കാരണം വിളിച്ചതിന് നന്ദി എന്ന് പറയണം. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കാര്യങ്ങൾ നമ്മൾ ശരിയാക്കി തരാം, എത്രയും പെട്ടെന്ന് ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി തരാം, എത്രയും പെട്ടെന്ന് ഈ മെസ്സേജ് നമ്മൾ കൈമാറാം എന്നൊക്കെ പറഞ്ഞ് അവരോട് ലാസ്റ്റ് എന്താണ് പറയേണ്ടത്, താങ്ക് യു പറഞ്ഞിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മുടെ കോള് വൈൻഡപ്പ് ചെയ്യാൻ എന്നാണ് പറയുന്നത്. സോ നമ്മളൊരു കോൾ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ടെലികോളർ ആവട്ടെ, അല്ലെങ്കിൽ ഒരു റിസപ്ഷനിസ്റ്റ് ആവട്ടെ, ആരാണെന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഇത്രയും കാര്യങ്ങൾ, ഇത്രയും സ്റ്റെപ്പുകൾ നമ്മൾ എന്താണ് ഫോളോ ചെയ്യേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ കോൾ ചെയ്യുമ്പോൾ ഗ്രീറ്റിംഗ്സ് കൊടുക്കണം, ദെൻ നമ്മുടെ ഐഡന്റിറ്റി പറയണം, ദെൻ ഓഫർ ഹെൽപ്പ്, നമ്മൾ എന്താണോ എങ്ങനെയാണ് നിങ്ങളെ സഹായിക്കേണ്ടത് എന്ന് നമ്മൾ ചോദിക്കണം. ദെൻ ഒബ്റ്റെയിനിങ് കോളേഴ്സ് നെയിം, ദെൻ വിളിക്കുന്ന ആളുടെ പേര് നമ്മൾ കളക്ട് ചെയ്യണം. ദെൻ അക്നോളജ് ദ കോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പെട്ടെന്ന് ഞാൻ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം, നിങ്ങൾക്ക് ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് അവർക്ക് എത്രയും പെട്ടെന്ന് അവരുടെ പെട്ടെന്ന് തന്നെ അവരുടെ കാര്യത്തിനുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തി കൊടുക്കണം. ദെൻ ടേക്ക് ഡൗൺ ദ മെസ്സേജസ്, അവർ പറയുന്ന കാര്യങ്ങൾ എഴുതി വെക്കണം. എന്തെങ്കിലും മെസ്സേജ് കൊടുക്കാനാണെങ്കിൽ അത് എഴുതി വെക്കണം. അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, എഴുതി വെക്കണം. ദെൻ ലാസ്റ്റ് നമ്മൾ എന്ത് പറയണം, വിളിച്ചതിന് നന്ദി പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ വേണം നമ്മുടെ ഒരു എന്താ പറയുക വൈൻഡപ്പ് സെക്ഷൻ എന്ന് പറയുന്നത് വളരെ തുടക്കം പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വൈൻഡപ്പ് ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, താങ്ക് യു പറഞ്ഞ് വിളിച്ചതിന് നന്ദി എന്ന് പറഞ്ഞിട്ട് വേണം നമ്മൾ കോള് വൈൻഡപ്പ് ചെയ്യാൻ എന്നാണ് പറയുന്നത്. സോ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ, ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അനലൈസിങ് ടേൺസ് ഇൻ ടെലിഫോൺ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ ഇത്രയും സ്റ്റെപ്പുകളാണ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. സോ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ മിസ്സിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്, താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. സോ താങ്ക് യു.